ഹായ് എവരിവൺ, എല്ലാവർക്കും സ്കിൽ റൈനോയുടെ കറണ്ട് അഫെയർസ് സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ PSC ബുള്ളറ്റിലുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ്. എല്ലാവരും നമ്മുടെ ക്ലാസ് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും പറയുന്ന പോലെ ആരും നോട്ടൊന്നും എഴുതിയെടുത്ത് എന്ത് ചെയ്യരുത്, സമയം കളയരുത്. ഇതിൻ്റെ നോട്ടും ഇത് റിലേറ്റഡ് ചോദ്യങ്ങളും നമ്മുടെ സ്കിൽ റൈനോ എന്ന് പറയുന്ന ആപ്പിൽ അവൈലബിൾ ആണ്. എല്ലാവരും ഈ ക്ലാസ് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, ആ നോട്ട് ഒന്നുകൂടെ എടുത്ത് വായിക്കുക. അതുപോലെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. ആദ്യത്തെ പോയിന്റ്, ഇന്ത്യയിൽ ഇലക്ട്രിക് ട്രെയിൻ ഓടിത്തുടങ്ങിയതിൻ്റെ 100ാം വർഷത്തോടനുബന്ധിച്ച് വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത എത്ര രൂപയുടെ വെള്ളി നാണയമാണ് പുറത്തിറക്കിയത്? എത്ര രൂപയുടെയാണ്? 100 രൂപയുടെയാണ്. ഇന്ത്യയിൽ ഇലക്ട്രിക് ട്രെയിൻ ഓടിത്തുടങ്ങിയതിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഏത് ട്രെയിനാണ്? വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത എത്ര രൂപയുടെ വെള്ളി നാണയമാണ് പുറത്തിറക്കിയത്? എത്ര രൂപയാണ്? 100 രൂപയുടെയാണ്. നല്ലൊരു ചോദ്യമാണല്ലേ ഇത്. അടുത്ത ചോദ്യം, സൈനിക ആവശ്യങ്ങൾക്കായി 2025 ഏറ്റവും കൂടുതൽ പണം ചെലവാക്കിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5ാം സ്ഥാനത്താണ്. സൈനിക ആവശ്യങ്ങൾക്കായി 2025 ഏറ്റവും കൂടുതൽ പണം ചെലവാക്കിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5ാം സ്ഥാനം. നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 5 ആണെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് പഠിച്ചിരിക്കും? ഒന്നാമത്തെയും രണ്ടാമത്തെയും പഠിച്ചിരിക്കും അല്ലേ? ഫസ്റ്റ് ഏതായിരിക്കും? ഫസ്റ്റ് US ആണ്. ഓക്കെ, ഫസ്റ്റ് ഏതാണ്? US ആണ്. സെക്കൻഡ് വരുന്നത് ഫസ്റ്റ് US, സെക്കൻഡ് വരുന്നത് ചൈനയാണ്. ചൈന അറിഞ്ഞാലും കുഴപ്പമില്ല, ആദ്യത്തേത് US ആണെന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം അറിഞ്ഞിരിക്കുക എത്രയാണ്? 5ാം സ്ഥാനത്താണ്. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ആരാണ്? രോഹിത് ജെയിൻ ആണ്. അപ്പോൾ രോഹിത് ജെയിൻ ആണ് റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് നിയമിതനായത്. അപ്പോൾ ഗവർണർ ആരാണ്? നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലും നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് അല്ലേ? അപ്പോൾ റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് നിയമിതനായത് ആരാണ്? രോഹിത് ജെയിൻ ആണ്. അടുത്ത ചോദ്യം, റഷ്യയിൽ നടന്ന 48ാമത് മോസ്കോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ മലയാള ചിത്രം ഏതാണ്? മോഹമാണ്. അത് സംവിധാനം ചെയ്തിരുന്ന ആരാണെന്ന് കൂടെ അറിഞ്ഞിരുന്നോ? ഫാസിൽ റസാഖ് ആണ്. റഷ്യയിൽ നടന്ന 48ാമത് മോസ്കോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ മലയാള ചിത്രം ഏതാണ്? മോഹമാണ്. സംവിധാനം ചെയ്ത ആരാണ്? ഫാസിൽ റസാഖ് ആണ്. ഈ സിനിമയിൽ അഭിനയിച്ചിരുന്ന അമൃത കൃഷ്ണ എന്ന് പറയുന്ന നടിക്കാണ് മികച്ച നടിക്കുള്ള അവാർഡ് കൂടെ ലഭിച്ചത്. ആർക്കാണ്? അമൃത കൃഷ്ണ എന്നുള്ള അവാർഡാണ്? മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത്. ഈ പുള്ളിക്കാരി ഈ സിനിമയിലാണ് അഭിനയിച്ചിരുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത, അതായത് പേപ്പർലെസ് സംസ്ഥാന ജുഡീഷ്യറി പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനമാണ്? സിക്കിമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത, അതായത് പേപ്പർലെസ് സംസ്ഥാന ജുഡീഷ്യറി പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനമാണ്? സിക്കിമാണ്. സിക്കിമിലെ മുഖ്യമന്ത്രിയെ കൂടെ ഒന്ന് അറിഞ്ഞിരുന്നോ? പ്രേം സിംഗ് തമാംഗോലെയാണ്. ആരാണ്? പ്രേം സിംഗ് തമാംഗോലെ. എഴുതിത്തരാമേ, പ്രേം സിംഗ് തമാംഗോലെ. ഒരു വെറൈറ്റി പേരാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത, അതായത് പേപ്പർലെസ് സംസ്ഥാന ജുഡീഷ്യറി പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനമാണ്? സിക്കിമാണ്. വർഷത്തിലൊരിക്കൽ മാത്രം നട തുറക്കുന്ന മംഗളദേവി കണ്ണകി ക്ഷേത്രത്തിലെ ചിത്ര പൗർണമി ഉത്സവം ഏതൊക്കെ സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ചാണ് നടത്തുന്നത്? അത് ഏതൊക്കെയാണ്? നമ്മുടെ കേരളവും തമിഴ്നാടുമാണ് ഒരുമിച്ചാണ് നടത്തുന്നത്. ഏത് ഉത്സവമാണ്? ചിത്ര പൗർണമി ഉത്സവം. ആരൊക്കെ ചേർന്നാണ് നടത്തുന്നത്? കേരളവും തമിഴ്നാടും ചേർന്ന്. ഓക്കെ, വർഷത്തിലൊരിക്കൽ മാത്രം നട തുറക്കുന്ന മംഗളദേവി കണ്ണകി ക്ഷേത്രത്തിലെ ചിത്ര പൗർണമി ഉത്സവം ഏതൊക്കെ സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ചാണ് നടത്തുന്നത്? കേരളവും തമിഴ്നാടും. ഓക്കെ, അടുത്ത പോയിന്റ്, പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായി നിയമിതനായത് ആരാണ്? KC വേണുഗോപാലാണ്. അപ്പോൾ KC വേണുഗോപാലാണ് പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായിട്ട് നിയമിതനായത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ദേശീയ പതാക അടുത്തിടെ സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ദേശീയ പതാക അടുത്തിടെ സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ആൻഡമാൻ നിക്കോബാർ ആണ്. ഇത് എവിടെയാണ് നടന്നത്? ഈ ഒരു ചരിത്ര നേട്ടം ആൻഡമാൻ നിക്കോബാറിൽ എവിടെയാണ് നടന്നത്? സ്വരാജ് ദ്വീപിലെ രാധാനഗർ ബീച്ചിലാണ് ഈ ഒരു ചരിത്ര നേട്ടം കുറിച്ചത്. എവിടെയാണ്? സ്വരാജ് ദ്വീപാണ്. സ്വരാജ് ദ്വീപില് ഏത് ബീച്ചാണ്? രാധാനഗർ ബീച്ചിലാണ് ഈ ഒരു ചരിത്ര നേട്ടം കുറിച്ചത്. ഈ ഒരു ഫ്ലാഗിന്
60 മീറ്റർ ലെങ്ത് ഉണ്ടായിരുന്നു, 40 മീറ്റർ ബ്രെഡും ഉണ്ടായിരുന്നു. എത്ര മീറ്റർ? 60 മീറ്റർ ലെങ്തും 40 മീറ്റർ ബ്രെഡും ഉണ്ടായിരുന്നു. ഇവിടുത്തെ ലെഫ്റ്റനന്റ് ഗവർണർ ആരാണെന്ന് അറിയാമോ? അത് DK ജോഷിയാണ്. ഇവിടുത്തെ, അതായത് ആൻഡമാൻ നിക്കോബാറിലുള്ള ലെഫ്റ്റനന്റ് ഗവർണർ എന്ന് അറിഞ്ഞിരുന്നു. ആരാണ്? DK ജോഷി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളും അറിഞ്ഞിരുന്നു. എവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ദേശീയ പതാക അടുത്തിടെ സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ആണ്. അവിടുത്തെ സ്വരാജ് ദ്വീപിലാണ് നടന്നത്. അവിടെ സ്വരാജ് ദ്വീപിൽ എവിടെയാണ്? അവിടെ രാധാനഗർ ബീച്ചിലാണ് നടന്നത്. ഇനി ഇതിന്റെ ലെങ്തും ബ്രെഡും എത്രയാണ്? 60 മീറ്റർ ലെങ്ത് ഉണ്ടായിരുന്നു, 40 മീറ്റർ ബ്രെഡും ഉണ്ടായിരുന്നു. അവിടുത്തെ ലെഫ്റ്റനന്റ് ഗവർണറെ കൂടെ ഒന്ന് അറിഞ്ഞിരുന്നു. ആരാണ്? DK ജോഷി. ഓക്കെ, അടുത്ത പോയിന്റ്, ഭുവനേശ്വറിൽ നടക്കുന്ന ദേശീയ പോൾ വാൾട്ട് മത്സരത്തിൽ 5.41 മീറ്റർ ചാടിക്കടന്ന് ചരിത്രം കുറിച്ച താരമാരാണ്? കുൽദീപ് കുമാറാണ്. ഭുവനേശ്വറിൽ നടക്കുന്ന ദേശീയ പോൾ വാൾട്ട് മത്സരത്തിൽ 5.41 മീറ്റർ ചാടിക്കടന്ന് ചരിത്രം കുറിച്ച താരമാരാണ്? കുൽദീപ് കുമാറാണ്. 2026 മെയ്യിൽ വിക്ഷേപിച്ച് ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റോസാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ഏതാണ്? ദൃഷ്ടിയാണ്. മറന്നുപോകരുത്, ദൃഷ്ടി എന്ന് വെച്ചാൽ എന്താണ്? 2026 മെയ്യിൽ വിക്ഷേപിച്ച ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റോസാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് ദൃഷ്ടി. ഇതാരാണ് വികസിപ്പിച്ചെടുത്ത? ഗാലക്സൈ എന്ന് പറയുന്ന സ്ഥാപനമാണ്. ആരാണ്? ഗാലക്സൈ. ഇതിന്റെ ഭാരം കൂടെ ഒന്ന് അറിഞ്ഞിരുന്നോ? 190 കിലോഗ്രാം ആണ്. ഓക്കെ, നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗമായി കേന്ദ്ര സർക്കാർ നിയമിച്ചത് ആരെയൊക്കെയാണ്? ജറാം ആനിയെയും R ബാലസുബ്രഹ്മണ്യത്തിനാണ്. ജറാം ആനിയെയും ആരെയാണ്? R ബാലസുബ്രഹ്മണ്യം. ഓക്കെ, അടുത്ത ചോദ്യം, ആരോഗ്യം, വിദ്യാഭ്യാസം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണത്തിൽ 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ്? ത്രിപുരയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണത്തിൽ 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ്? ത്രിപുരയാണ്. നമ്മുടെ കേരളം 2ാം സ്ഥാനത്താണ്. ഓർത്തു വെച്ചിരുന്നത്, കേരളത്തിന് എത്രാം സ്ഥാനമാണ്? 2ാം സ്ഥാനമാണ്. മനോരമ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന മലയാളി മെമ്മോറിയൽ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? പ്രശാന്ത് നായരാണ്. ഓക്കെ, മനോരമ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന മലയാളി മെമ്മോറിയൽ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? പ്രശാന്ത് നായർ. അടുത്തതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കേന്ദ്ര സർക്കാർ ജൂലൈ 1 മുതൽ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന പദ്ധതി ഏതാണ്? VBG റാം പദ്ധതിയാണ്. എന്താണ് VBG റാം പദ്ധതി? എന്താണ് നമ്മുടെ ചോദ്യം? മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കേന്ദ്ര സർക്കാർ ജൂലൈ 1 മുതൽ, എന്നാണ്? ജൂലൈ 1 മുതൽ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന പുതിയ പദ്ധതിയുടെ പേരെന്താണ്? VBG റാം പദ്ധതിയാണ്. ഇതിന്റെ ഫുൾ ഫോം എന്താ? വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീണാണ്. ഇത് 125 ദിവസത്തെ ഗ്രാമീണ തൊഴിലുറപ്പ് ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതി കൂടിയാണ് ഇത്. ഓക്കെ, അപ്പൊ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കേന്ദ്ര സർക്കാർ ജൂലൈ 1 മുതൽ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന പദ്ധതി ഏതാണ്? VBG റാം പദ്ധതിയാണ്. അടുത്ത പോയിന്റ്, ദി ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദി കൺസർവേഷൻ ഓഫ് നേച്ചർ സംഘടന വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ പ്രശസ്ത ദേശാടന ശലഭം ഏതാണ്? മൊണാർക്ക് ശലഭങ്ങളാണ്. എന്താണ് ചോദ്യം? ദി ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദി കൺസർവേഷൻ ഓഫ് നേച്ചർ സംഘടന വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ പ്രശസ്ത ദേശാടന ശലഭത്തിന്റെ പേരെന്താണ്? മൊണാർക്ക് ശലഭമാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 34-ൽ നിന്ന് എത്രയായി ഉയർത്താനാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്? 37 ആയിട്ടാണ്. അപ്പൊ 34 എത്രയായിട്ട് ഉയർത്തുന്നുണ്ട്? 37 ആയിട്ട് ഉയർത്തുന്നുണ്ട്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 34-ൽ നിന്ന് എത്രയായി ഉയർത്താനാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്? 37 ആണ്. ഓക്കെ, ഇംഗ്ലീഷ് വനിതാ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? മാഞ്ചസ്റ്റർ സിറ്റി ആണ്. ഇംഗ്ലീഷ് വനിതാ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? മാഞ്ചസ്റ്റർ സിറ്റി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ 35ഓളം ഇനം നൃത്തരൂപങ്ങൾ ഒരേ വേദിയിൽ അവതരിപ്പിച്ച് ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ നൃത്ത പ്രകടനം എന്താണ്? നാട്യ എന്നാണ്. ഓക്കെ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ 35ഓളം ഇനം നൃത്തരൂപങ്ങൾ ഒരേ വേദിയിൽ അവതരിപ്പിച്ച് ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ നൃത്ത പ്രകടനം എന്താണ്? നാട്യ.
അടുത്ത് കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ പുതിയ മുഖ്യമന്ത്രി നിയമിതനായ ആരാണ്? എൻ രംഗസ്വാമിയാണ്. അപ്പോൾ എൻ രംഗസ്വാമിയാണ് കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് നിയമിതനായിരിക്കുന്നത്. 2025 ഇന്ത്യയിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം നേടിയ പഞ്ചായത്ത് ഏതാണ്? ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്താണ്. ഇത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. ഒരു നല്ലൊരു ചോദ്യമാണല്ലേ, വായിൽ കൊള്ളാത്തൊരു പുരസ്കാരമാണ്. എന്താണ്? 2025 ഇന്ത്യയിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം നേടിയ പഞ്ചായത്ത് ഏതാണ്? ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത്, ആലപ്പുഴയിലാണ്. ഇതിന്റെ സമ്മാനത്തുക ഏകദേശം 2 കോടി രൂപയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. 30 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഒറ്റത്തൂൺ തൂക്കുപാലം ഏതാണ്? ദാൻജിയാങ് പാലമാണ്. ഇത് എവിടെയാണ്? തായ്വാനിലാണുള്ളത്. എവിടെയാണ്? തായ്വാനിലാണുള്ളത്. ഏത് നദിക്ക് കുറുകെയാണ് ഇതുള്ളത്? തംസുയി എന്ന് പറയുന്ന നദിക്ക് കുറുകെയാണ് ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത്. എന്താണ്? ദാൻജിയാങ് പാലമാണ്. 30 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഒറ്റത്തൂൺ തൂക്കുപാലത്തിന്റെ പേര് ഏതാണ്? ദാൻജിയാങ് പാലം. എവിടെയാണ്? തായ്വാനിലാണ്. ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിട്ടുള്ളത്? തംസുയി എന്ന് പറയുന്ന നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത പോയിന്റ്. മാതൃ ശിശു ആരോഗ്യ സംരക്ഷണത്തിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അടുത്തിടെ ആരംഭിച്ച പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? ജനനി എന്നാണ്. മാതൃ ശിശു ആരോഗ്യ സംരക്ഷണത്തിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അടുത്തിടെ ആരംഭിച്ച പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? ജനനി. അതിന്റെ ഫുൾ ഫോം എന്ന് അറിഞ്ഞിരുന്നോ? ജേർണി ഓഫ് ആന്റിനേറ്റൽ, നേറ്റൽ ആൻഡ് നിയോനേറ്റൽ ഇന്റഗ്രേറ്റഡ് കെയർ. എന്താണ്? ജേർണി ഓഫ് ആന്റിനേറ്റൽ, നേറ്റൽ ആൻഡ് നിയോനേറ്റൽ ഇന്റഗ്രേറ്റഡ് കെയർ എന്നാണ്. ചികിത്സയ്ക്കും വിശ്രമത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് അഭയം നൽകാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതിയുടെ പേരാണ് അൻപ് വീട്. അറിഞ്ഞിരുന്നോ? ഇത് ചികിത്സയ്ക്കും വിശ്രമത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് അഭയം നൽകാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതി പേരെന്താണ്? അൻപ് വീട്. അടുത്ത പോയിന്റ്. 2026 മെയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതത്തിന്റെ പേരെന്താണ്? ഡ്യൂക്കോനോ അഗ്നിപർവ്വതമാണ്. 2026 മെയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതത്തിന്റെ പേരെന്താണ്? ഡ്യൂക്കോനോ അഗ്നിപർവ്വതം. ഇത് ഏത് ദ്വീപിലാണ് കാണപ്പെടുന്നത്? ഹൽ മഹോര എന്ന് പറഞ്ഞ ദ്വീപിലാണ് കാണപ്പെടുന്നത്. ഇതാണ് ഹൽ മഹോര എന്ന് പറഞ്ഞ ദ്വീപിലാണ് ഈ ഒരു അഗ്നിപർവ്വതം കാണപ്പെടുന്നത്. ലാസ്റ്റ് ചോദ്യം. പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുജനങ്ങൾക്ക് തൽക്ഷണ മുന്നറിയിപ്പ് നൽകുന്നതിനായി രാജ്യത്തുടനീളം ആരംഭിച്ച മൊബൈൽ അധിഷ്ഠിത ദുരന്ത ആശയവിനിമയം സംവിധാനം എന്താണ്? സെൽ ബ്രോഡ്കാസ്റ്റ് അലേർട്ട് സിസ്റ്റം ഫോർ ഡിസാസ്റ്റർ എന്നാണ്. എന്തായിരുന്നു? പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുജനങ്ങൾക്ക് തൽക്ഷണ മുന്നറിയിപ്പ് നൽകുന്നതിനായി രാജ്യത്തുടനീളം ആരംഭിച്ച മൊബൈൽ അധിഷ്ഠിത ദുരന്ത ആശയവിനിമയ സംവിധാനം എന്താണ്? സെൽ ബ്രോഡ്കാസ്റ്റ് അലേർട്ട് സിസ്റ്റം ഫോർ ഡിസാസ്റ്റർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. എല്ലാവരും നല്ല രീതിക്ക് തന്നെ അടുത്ത് വരുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതിൻ്റെ ചോദ്യങ്ങൾ നമ്മുടെ ആപ്പിൽ കയറി എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ഇതിന് മുന്നേ ഉള്ള നമ്മുടെ ക്ലാസ്സസ് കാണാത്തവരാണെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടുപഠിച്ച് നല്ല രീതിക്ക് തന്നെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.